അങ്ങനെ ശ്രീനിവാസൻ ഓർമ്മയായി. എൻ്റെ ജീവിതത്തിൽ എൻ്റെ റെസ്പോൺസസ്, ബിഹേവിയേഴ്സ്, എൻ്റെ മനുഷ്യരോടുള്ള ഇടപെടൽ, ഓരോ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ് ശ്രീനിവാസൻ. അത് ശ്രീനിവാസൻ്റെ സിനിമകളല്ല, ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂകളും ശ്രീനിവാസൻ്റെ റെസ്പോൺസും അതനുസരിച്ച് എൻ്റെ ജീവിതത്തിനെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പല കാര്യത്തിലും ഞാൻ ഈ മനുഷ്യനെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. ചെറിയ ചെറിയ ഉദാഹരണങ്ങളെന്ന് പറഞ്ഞാൽ, എന്നോ ഒരിക്കൽ ശ്രീനിവാസൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഞാൻ എന്നെ ഒരുപാട് അപമാനിക്കാറുണ്ട്. എൻ്റെ രൂപത്തെയും എൻ്റെ വൈരൂപത്തെയും ഞാൻ അപമാനിക്കുന്നത് മൂലം ഈ നാട്ടുകാരനെ കുറിച്ച് എന്ത് പറഞ്ഞാൽ എനിക്കെന്താ, ബിക്കോസ് ഐ ഓൾറെഡി ഡിഡ് ദ ഡാമേജ് ടു മൈ സൈക്കി എന്നുള്ള. ഞാൻ ADHDയും ഒരുപാട് മനുഷ്യർക്ക് ദേഷ്യവും വെറുപ്പും ഉണ്ടാക്കുന്ന ഒരു തരം അറ്റൻഷൻ സീക്കിങ് ബിഹേവിയേഴ്സും ഒക്കെ ആയിട്ട് നടന്നിരുന്ന കാലത്ത് ഈ കൂടെ നടക്കുന്ന ഒരാൾക്കും എന്നെ ഇഷ്ടമല്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിലും ശ്രീനിവാസൻ്റെ ആ ഒരൊറ്റ റെസ്പോൺസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഞാൻ ഒരു നാട്ടിലുള്ള ഒരുത്തനും എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് പുല്ലുവില എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ലൈഫിനെ, അതുകൊണ്ട് എൻ്റെ ലൈഫിനെ എനിക്കൊരു ഒരുപാട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ്. അത് എൻ്റെ കഴിവുകേടുകളും എൻ്റെ കുറവുകളും ഞാൻ തന്നെ കളിയാക്കി തമാശകളാക്കി പറയാൻ തുടങ്ങി. അതെനിക്കൊരു കുറവല്ലാതെ തന്നെ തോന്നി. ഇപ്പം നമ്മളുടെ പല കാര്യങ്ങളും നമ്മുടെ ഭാഗമാണ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും അതിൽ വരുത്താൻ പറ്റത്തുള്ളൂ. വരുത്തി അതിൽ സാറ്റിസ്ഫൈഡായി മൂവ് ഓൺ, അല്ലെങ്കിൽ അതിൽ തന്നെ ലീവ് ഓൺ ചെയ്തിട്ട് അത് നമ്മുടെ നോവുകളായി മാറി നമ്മുടെ ഓരോ അടുത്ത സ്റ്റെപ്പുകളെ നിയന്ത്രിച്ച് നമ്മൾക്ക് ഒരു ഭയമായി നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം അതിനെ എനിക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കാൻ കുറച്ചും കൂടെ ധൈര്യം തരുന്ന രീതിയിൽ പോകാനാണ്. അപ്പം എനിക്ക് ശ്രീനിവാസൻ്റെ ആ ഒരൊറ്റ ഡയലോഗ് ഞാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓരോ മൂവിലും. പിന്നെ ഞാൻ എൻ്റെ കുട്ടികളോടും അത് പറയാറുണ്ട്. എൻ്റെ കുട്ടികളെ ഞാൻ കളിയാക്കാറുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ ചുറ്റുമുള്ള ലോകം എന്നെ നോക്കി നിൽക്കുന്നത്, ഞാൻ വീഴുന്നത് നോക്കി നിൽക്കുകയാണ്. വീഴുമ്പോൾ അവർക്ക് സഹതാപം തോന്നാം ചിലർക്കെങ്കിലും. പക്ഷെ ഞാൻ പൊങ്ങി നിൽക്കുമ്പോൾ എല്ലാവർക്കും അതിൽ യാതൊരു സന്തോഷവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയുന്നത്, ലോകം മുഴുവൻ നീ വീഴാൻ നോക്കി നിൽക്കുകയാണെങ്കിലും ആകെ ഉള്ള ഒരേ ഒരു സത്യം എന്ന് പറയുന്നത് നമ്മൾ വീഴും എന്നുള്ളത് മാത്രമാണെങ്കിലും അത് മാത്രമേ ഉള്ളൂ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം. നമ്മൾ ജയിക്കുന്നോ, നമ്മൾ സന്തോഷിക്കുന്നോ എന്നേക്കാട്ടി നമ്മൾ വീണിരിക്കും, നമ്മൾ മരിച്ചിരിക്കും, ദാറ്റ് ഈസ് നമ്മൾ അസുഖപ്പെട്ടിരിക്കും. അങ്ങനെ ഒരു മൊമെൻറ്റിൽ നമ്മളെ ചിലർ സഹതാപത്തോടെ നോക്കുമെങ്കിലും നമ്മൾ സന്തോഷിച്ചിരിക്കുന്നതും നമ്മൾ ഉയർന്നിരിക്കുന്നതും നമ്മൾ സുന്ദരിയായിട്ടിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളുടെ അത്രയും ഒരു സന്തോഷമില്ല എന്നുള്ളത് സത്യമാണ്. അതിൽ ആരോടും നമുക്ക് വെറുപ്പുണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെ കുറവുകളും കുറ്റങ്ങളും നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമുക്കെതിരെ അതൊരു ആയുധമാക്കി എടുക്കാൻ ഒരവസരം കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. സോ യു ഹൈലൈറ്റ് യുവർ ഓൺ മിസ്റ്റേക്സ്, യു ഹാപ്പി വിത്ത് വാട്ട് യു ആർ എന്നുള്ളതാണ് ഞാൻ എൻ്റെ പിള്ളേരെയും പഠിപ്പിക്കുന്നത്. എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂന്ന് ഞാൻ പഠിച്ചൊരു കാര്യം, അവരുടെ ഫാമിലി ഇൻ്റർവ്യൂ കാണുമ്പോൾ എത്ര കംഫർട്ടബിളായിരുന്നു കുഞ്ഞിലെ ശ്രീനിവാസൻ്റെയും ഭാര്യയുടെയും ആ പേരൻറ്റ്ഹുഡിൽ ആ കുട്ടികൾ അച്ഛനെയും അമ്മയും ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരുപാട് കംഫർട്ടബിളായിരുന്നു. അവർ രണ്ടുപേരും അച്ഛൻ്റെ അമ്മയുടെയും കുറവുകൾ പറയാനും അവരെ കളിയാക്കാനും അവർ കംഫർട്ടബിളായിരുന്നു. യഥാർത്ഥത്തിൽ ഞാനൊക്കെ വളർന്ന അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന എല്ലാ സൊസൈറ്റിയൽ മൊറാലിറ്റിയിലും നമ്മളെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യണം. പ്രത്യേകിച്ചും പേരൻസിനെ റെസ്പെക്റ്റ് ചെയ്യണം, ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മുടെ മണ്ടയ്ക്കിരിക്കുന്ന എല്ലാവരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് ഭയത്തോടെ പോകണം, എന്നാലേ അടി കിട്ടാതിരിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് നോർമൽ. പക്ഷെ അത് എന്നെ സത്യം പറഞ്ഞാൽ ശ്രീനിവാസൻ അവരുടെ കൊച്ചുങ്ങൾക്ക് കൊടുത്ത ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ ആയാലും
അവരുടെ നമ്മളെക്കാട്ടി എത്ര പവർഫുള്ള ആയ ഒരാളെ ആയാലും, നമ്മളെ അടിച്ചിടാൻ എത്ര കെൽപ്പുള്ള ഒരാളായാലും, അയാളുടെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറയാനുള്ള ധൈര്യം കുട്ടികൾക്കുണ്ടാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് മതി ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ. വലിയ ആളാവത്തില്ലായിരിക്കും അടികളൊക്കെ കിട്ടിയിട്ട്, പക്ഷേ എങ്കിലും ഏതടി കിട്ടി വീണാലും എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ധൈര്യം, ഈ ഒരു ധൈര്യം കൊടുക്കും. സത്യം പറഞ്ഞാൽ ഈ ലോകത്തിലമ്മ ഇപ്പം ഈ റിലീജിയസ് ഇൻടോളറൻസിൻ്റെ ഏറ്റവും വലിയ റൂട്ട് കോസ് എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഫാമിലിയിൽ നിന്ന് തുടങ്ങുന്നത്. അതായത് അച്ഛനും അമ്മയും പറഞ്ഞു തരുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യമില്ല കുഞ്ഞുങ്ങൾക്ക്. തട്ടവിടാൻ പറയുമ്പോൾ ഒരു തുണിയല്ലേ, ഒരു കഷ്ണം തുണിയല്ലേ, തലയുടെ മണ്ടയ്ക്ക് കിടന്നോട്ടെ എന്ന് പറയുമ്പം ഇല്ല, അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ഞാൻ പിന്നെ ചിന്തിച്ചിട്ട് ചെയ്തോളാം എന്ന് പറയാൻ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയാനുള്ള ധൈര്യം കുട്ടികൾക്കില്ല. അവിടെ തുടങ്ങിയാണ് അവരെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്ത്, പിന്നെ അവർ പോകുന്ന റിലീജിയസ് ഗ്രൂപ്പിനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്ത് അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്ത്. യു ഷുഡ് നെവർ ബി ബ്ലൈൻഡ്ലി ഫോളോയിങ് എനിത്തിങ് എന്ന് എന്നെ പഠിപ്പിച്ച ശ്രീനിവാസനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് തോന്നിയത് ഈ സൊസൈറ്റിയിൽ ശ്രീനിവാസൻ്റെ കൊച്ചുങ്ങളും നമ്മളെ പഠിപ്പിച്ചു തന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. അതായത് നേരോടെ നെഞ്ചുറപ്പോടെ നിൽക്കാൻ പഠിപ്പിച്ചു തന്ന ഒരു മനുഷ്യനായാൾ. അതൊക്കെ എത്ര പേർക്ക് മനസ്സിലാവും. മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ സൽമാൻ എന്തോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് ചിരി വന്നുപോയി. അതായത് ഹു ഡു യു ലൈക്ക് ബെറ്റർ, മോഹൻലാൽ ഓർ മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോൾ ദുൽഖർ സൽമാൻ പറഞ്ഞ എൻ്റെ അച്ഛനായത് അല്ലേ മമ്മൂട്ടി, അപ്പം മമ്മൂട്ടി തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. വൈ ഷുഡ് യു ഡു ദാറ്റ്? എൻ്റെ അച്ഛനായതുകൊണ്ട്, എൻ്റെ ഭാര്യ ആയതുകൊണ്ട്, എൻ്റെ അമ്മയായതുകൊണ്ട്, എൻ്റെ മോനായതുകൊണ്ട് വലുതായിരിക്കണം, അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യരെ നമ്മളെക്കാട്ടിയും വീക്കായിട്ടുള്ളവരെ, ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നെക്കാട്ടിയും വീക്കായിട്ടുള്ളവനെ നീ അപമാനിക്കരുത്, നീ കളിയാക്കരുത്, ഇഫ് പോസിബിൾ അവോയ്ഡ് ചെയ്ത് വിട്ടേക്കണം. പക്ഷേ ബാക്കി ആരെയും തിരിച്ച് അവരോട് നെഞ്ചുറപ്പോടെ തിരിച്ചു പറയാനുള്ള ധൈര്യം നമുക്ക് വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിവേ, അഡിയോസ് അമീഗോസ്.